Praise God, I'm happy to have Pastor here, and I'm very privileged to have wonderful men of God helping me to convey the message of the Lord to you this day. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ ഇന്ന് എന്നെ സഹായിക്കാൻ ഇവിടെ നിൽക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. Bear with me because your pastor is here. I'm trying to say something. Your pastor is great, I believe. Praise God. Hallelujah. Turn with me to the scripture portion, Genesis chapter 12. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാം. Genesis chapter 12. ഉൽപ്പത്തി 12 verse 1 to 3. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. Praise God. Hallelujah. Genesis chapter 12 verse from 1 onwards. Now the Lord had spoken to Abram, get out to your country, from your family and from your father's house, to a land that I will show you. I will make you a great nation. I will bless you and make your name great, and you shall be a blessing. I will bless those who bless you, and I will curse him who curses you. And in you all the families of the earth shall be blessed. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. Along with that verse, we will also read Judges chapter 2 verse 2. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം കൂടെ അതിനോട് കൂടെ ചേർത്ത് വായിക്കാം. ന്യായാധിപന്മാർ 2:2. From verse 1 onwards. Then the angel of the Lord came up from Gilgal to Bochim and said, I lead you up from Egypt and brought you to the land which I swore to your fathers. And I said, I will never break my covenant with you. എൻ്റെ 1-ാമത്തെ വാക്യം മുതൽ, യഹോവയുടെ ദൂതൻ ഗിൽഗാലിൽ നിന്ന് അനന്തരം യഹോവയുടെ ദൂതൻ ഗിൽഗാലിൽ നിന്ന് ബോഗിമലയിലേക്ക് വന്നു പറഞ്ഞത്, ഞാൻ നിങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങളോടുള്ള എൻ്റെ നിയമം ഞാൻ ഒരിക്കലും ലംഘിക്കയില്ല എന്നും. I want to repeat the sentence. I will never break my covenant with you. ഞാൻ നിങ്ങളോടുകൂടെ ഉടമ്പടി ഒരിക്കലും ലംഘിക്കുകയില്ല. Praise be to God. So today I'm going to talk about the covenant. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഉടമ്പടിയെ കുറിച്ചാണ്. It is the base and foundation throughout the scripture. ഈ വാക്യങ്ങളുടെ എല്ലാം അടിസ്ഥാനം അത് തന്നെയാണ്. We have several covenants in the scripture. പല കാര്യങ്ങൾ ഈ വേദഭാഗത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. There are several covenants in the scripture. പല ഉടമ്പടികൾ ഈ വേദപുസ്തകത്തിനകത്തുണ്ട്. And every covenant has a purpose behind that. എല്ലാ ഉടമ്പടികളുടെയും പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. The word covenant means having relationship with God. ഉടമ്പടിയുടെ അർത്ഥം ദൈവവുമായുള്ള ബന്ധമെന്നാണ്. There are several types of covenants in the Bible. വേദപുസ്തകത്തിനകത്ത് പല വിധത്തിലുള്ള ഉടമ്പടികളെ കുറിച്ച് സംസാരിക്കുന്നു. But there are 5 everlasting covenants that is written in the scripture. എന്നാൽ ഒരിക്കലും മാറ്റമില്ലാത്ത 5 ഉടമ്പടികളെ കുറിച്ച് വേദപുസ്തകം പറയുന്നു. The first one is the Noahic covenant. ഒന്നാമത്തേത് നോഹയുമായുള്ള ഉടമ്പടി. The second is the Abrahamic covenant. രണ്ടാമത്തേത് അബ്രഹാമുമായുള്ള ഉടമ്പടി. Third is the Mosaic covenant. മൂന്നാമത്തേത് മോശയുടെ ഉടമ്പടി. Fourth is the priestly. 4 പൗരോഹിത്യ ഉടമ്പടി. The fifth is the Davidic covenant. 5ാമത്തെ ദാവീദിന്റെ ഉടമ്പടി. Finally the new covenant. ഒടുവിലായി പുതിയ നിയമം. So when I said 5 everlasting covenants, I did say 6, but the Mosaic covenant is overwritten by the new covenant. 5 എന്ന് ഞാൻ പറഞ്ഞെങ്കിലും 6 ഉടമ്പടികളെ കുറിച്ച് പറയുന്നു. The Mosaic covenant is overwritten by the new covenant. മോശയുടെ ഉടമ്പടി എന്ന് പറയുന്നത് വീണ്ടും അത് പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയും. And today we will focus on the Abrahamic covenant. ഇന്ന് പകലിൽ നമ്മൾ അബ്രഹാമിന്റെ ഉടമ്പടിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. So what is the covenant means? എന്താണ് ഉടമ്പടിയുടെ അർത്ഥം? Usually in a modern term we understand that it is an agreement. ഇന്നത്തെ ഭാഷയിൽ അതൊരു ഒരു ഒരു എഗ്രിമെന്റ് എന്നുള്ള അർത്ഥമാണ് അതിന് നമുക്ക് കൊടുക്കുവാൻ കഴിയുക. Or a contract. അല്ലെങ്കിൽ അതൊരു കോൺട്രാക്ട്. Yes. And I know what that smile looks like. I understand what's going to be. I believe that God has a purpose in our life. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉദ്ദേശമുണ്ട്. Today even we here are spending this time because of agreement that pastor made with this fellowship, this community center.
ദൈവത്തിന്റെ ദാസൻ ഈ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ഒരു ഉടമ്പടി പ്രകാരമാണ് ഇന്നിവിടെ നിൽക്കുന്നത്. And he had made several agreement with the campus minister here so that he may have this place to worship to the Lord. ഈ വസ്തു ഇതിന്റെ ഈ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥനുമായിട്ട് എടുക്കുന്ന ഉടമ്പടിയുടെ ബലത്തിലാണ് നമുക്ക് ഇവിടെ വന്ന് ആരാധിക്കുവാൻ, ഫെലോഷിപ്പ് ആചരിക്കുവാൻ കഴിയുന്നത്. But I want to explain there are difference between a humanly agreement and the godly covenant. മനുഷ്യരുമായുള്ള നിയമ അഗ്രിമെന്റിനും ദൈവത്തിന്റെ നിയമം തമ്മിൽ വ്യത്യാസമുണ്ട്. There is a difference between even the words itself. This is an agreement, but God term it as covenant. മനുഷ്യരുമായുള്ള ഉടമ്പടിയെ നമ്മൾ എഗ്രിമെന്റ് എന്നും ദൈവവുമായുള്ള ഉടമ്പടിയെ കവനന്റ് എന്ന പദവുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. So in the humanly contract or agreement, there are 4 factors I want to explain, that these are self-oriented, driven by fear, it's temporary, and it has a purpose to help each other. മാനുഷികമായ ഉടമ്പടികളെല്ലാം ഭയത്തിൽ നിന്ന് അല്ലെങ്കിൽ താൽക്കാലികമായി ഉള്ള വ്യവസ്ഥകൾ മാത്രമാണ്. And it is driven by fear. അത് ഭയത്തിൽ നിന്നുണ്ടാകുന്ന ഉടമ്പടിയാണ്. It is self-oriented. അത് ഒരു വ്യക്തിയുടെ കേന്ദ്രീകൃതമായിരിക്കുന്നു. For example, if any of you is going to lend some money to anybody else, and they would expect to return it back in a particular time, and also there will be terms and conditions to follow. ഉദാഹരണമായി നമ്മൾ ആർക്കെങ്കിലും കടം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നെങ്കിൽ അത് തക്കസമയത്ത് അത് തിരിച്ച് മടക്കി തരണം എന്നുള്ള ആഗ്രഹത്തോടെ, ചിന്തയോടെ, അല്ലെങ്കിൽ അതിന്റെ ഭയത്തോടെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു എഗ്രിമെന്റ് ആണ്. Everybody are well aware and well known by the fact of the mortgage, I believe. നമുക്കെല്ലാവർക്കും നമുക്കുള്ള മോർഗേജിനെ കുറിച്ചുള്ള കാര്യം അറിയാം. Every month we need to pay it back. എല്ലാ മാസവും ആ മോർഗേജ് നമ്മൾ അടച്ചുകൊണ്ടേയിരിക്കണം. There are rules and regulations and penalties. അതിന് സംബന്ധമായ നിയമങ്ങളും നിയമാവലികളും പെനാൽറ്റീസും ഉണ്ട്. So a covenant and agreement has something called rules, regulations and consequences. ഉടമ്പടി അല്ലെങ്കിൽ നിയമം എന്ന് പറയുന്നതിന് അതിന് ചില റൂൾസും റെഗുലേഷൻസും അത് പാലിച്ചില്ല എങ്കിൽ ചില കോൺസിക്വൻസും ഉണ്ട്. But the difference between a humanly contract and godly covenant is that we are making a contract with somebody else because of some restrictions. ചില തടസ്സങ്ങൾ ഉള്ളതിന്റെ പേരിലാണ് നമ്മൾ മനുഷ്യർ മറ്റുള്ളവരുമായിട്ട് ഉടമ്പടിയിൽ ഏർപ്പെടുന്നത്. 2 countries come together and make a pact or an agreement, so protect themselves from each other. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നിയമ നടപടിയിൽ അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ വരുന്നതിന്റെ കാരണം ആ രണ്ട് രാഷ്ട്രങ്ങളുടെയും സംരക്ഷണം അല്ലെങ്കിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുവാൻ വേണ്ടിയാണ്. So it's aspect which deals with protection, self dignity, or thing that is always mutually safe. രണ്ടു കൂട്ടരുടെയും സേഫ്റ്റിക്ക് വേണ്ടിയും അല്ലെങ്കിൽ കരുതലിനും സംരക്ഷണത്തിനും വേണ്ടിയാണ് അവർ തമ്മിൽ ഒരുമിച്ച് ഒരു കരാറിൽ ഏർപ്പെടുന്നത്. This is a humanly contract. ഇതാണ് മാനുഷികമായ ഉടമ്പടികൾ. But our God is so great. എന്നാൽ ദൈവം അതിൽ നിന്ന് വ്യത്യസ്തനാണ്. God is so sovereign and so gracious. ദൈവം സർവശക്തനും മഹാദയമുള്ളവനാണ്. He is making a covenant with humanity. ആ ദൈവം മനുഷ്യനുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. He is not a debtor to anyone. He is not a debtor to anyone. അവൻ ആർക്കും കടക്കാരനല്ല. But he also establishes a covenant with humanity. പക്ഷേ എന്നാൽ ദൈവം മനുഷ്യനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. Why is that? എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? What is the purpose of God making a covenant with humanity? എന്തുകൊണ്ട് ദൈവം മനുഷ്യനുമായി ഉടമ്പടിയിൽ ഏർപ്പെടേണ്ടി വരുന്നു? Why is a so great God trying to have relationship with humanity? ഇത്ര അത്യുന്നതനായ ദൈവം എന്തിനാണ് മനുഷ്യനുമായി ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നത്? Because he has created you. എന്തുകൊണ്ടെന്നാൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. The first message we saw that God created us. ആദ്യത്തെ മെസ്സേജ് നമ്മൾ കേട്ടു, ദൈവം നമ്മളെ സൃഷ്ടിക്കുകയുണ്ടായി. And he crafted us. അവൻ നമ്മെ പണിതു. And he's concealed us. അവൻ നമ്മെ മുദ്ര ചെയ്തു. But God is so much mindful of us that he wants the relationship forever. ദൈവം താൻ സൃഷ്ടിച്ച മനുഷ്യനുമായി എന്നേക്കും ബന്ധം പുലർത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. In the Old Testament we see with the period of Noah, the humanity was so wretched, God wanted to destroy the whole earth. വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നോഹയുടെ കാലഘട്ടത്തിൽ മനുഷ്യൻ പാപത്തിന് അടിമയായി പാപം ചെയ്തപ്പോൾ അവനെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചു. God decided to destroy completely. ദൈവം മനുഷ്യനെ മുഴുവനായി നശിപ്പിക്കുവാൻ നിശ്ചയിച്ചു. In Genesis chapter 6 we read that. But
ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലാണ് നമ്മൾ ആ സംഭവം വായിക്കുന്നത്. But God saw a person who was righteous and he found favor in the sight of the Lord. എന്നാൽ ദൈവം നോക്കുമ്പോൾ നീതിമാനായ ഒരു മനുഷ്യനെ കണ്ടു, അവനോട് ദയയുണ്ടായി. And he was Noah. അവന്റെ പേരാണ് നോഹ. And yet when they lived forward, എന്നാൽ നാം മുമ്പോട്ട് വായിക്കുമ്പോൾ we see that in Genesis chapter 11, again the people of the world are trying to be rebellious to the Lord. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പിന്നെയും മനുഷ്യൻ ദൈവത്തിന് എതിരായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കാണുവാൻ It കഴിയും. was a tower of Babel which they were trying to build, and they, not even the intention of the heart, but they said, we will go into the heavens and we shall establish for ourselves. ബാബേൽ ഗോപുരത്തെ പണിയുന്നതിനെ കുറിച്ചും അവർ സ്വർഗ്ഗോന്നതികളിലേക്ക് കയറുന്നതിനെ കുറിച്ചും അവർ അവരെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ചും ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ഉണ്ടായി. They did not remember what God wanted for them. അവർക്ക് ദൈവത്തിൽ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നതിനെ കുറിച്ച് അവർ മറന്നുപോയി. God gave a covenant with Noah and he had a relationship built again. ദൈവം നോഹയുമായി ഉടമ്പടി ചെയ്തു. ദൈവം മനുഷ്യനുമായി പിന്നെയും ബന്ധത്തിൽ ഏർപ്പെടുവാൻ, ഉടമ്പടിയിൽ ഏർപ്പെടുവാൻ തയ്യാറായി. But the nature of the humanity is always to run away from God. എന്നാൽ മാനുഷിക സ്വഭാവം എപ്പോഴും ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് It കഴിയും. is because of the sinful character that is imparted into us if we obey to the or listen to the voice of the evil one. വൈശാരികമായ ശബ്ദത്തിന് നമ്മൾ ചെവി കൊടുക്കുന്നു, മനുഷ്യൻ ചെവി കൊടുക്കുന്നത് കൊണ്ടും മാനുഷികമായ നിലയിൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടുമാണ് അത് സംഭവിക്കുന്നത്. The pure purpose that God had for humanity is to have relationship with God and to worship him. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം ദൈവവുമായുള്ള ബന്ധത്തിൽ മനുഷ്യൻ മുൻപോട്ട് പോകണമെന്നും ദൈവത്തെ ആരാധിക്കണമെന്നുമാണ്. God created us to be with him forever. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തോടൊപ്പം എന്നും വാഴണമെന്ന് To ആഗ്രഹിച്ചുകൊണ്ട്, have relationship with him, ദൈവവുമായി നല്ല ബന്ധം പുലർത്തണമെന്ന to ആഗ്രഹത്തിലാണ്, worship him, ദൈവത്തെ ആരാധിക്കണമെന്ന ആഗ്രഹത്തിലാണ്, to experience his presence, ദൈവത്തിന്റെ സാന്നിധ്യം മനുഷ്യൻ അനുഭവിക്കണം, ആസ്വദിക്കണം എന്നുള്ള to ആഗ്രഹത്തിലാണ്, listen to his voice, ദൈവ ശബ്ദം മനുഷ്യൻ ശ്രവിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ്, to eagerly be in his presence, ദൈവത്തോട് അടുത്തു വരുവാൻ ആകാംക്ഷയുള്ളവനായിരിക്കണം എന്നുള്ള ചിന്തയിലാണ്, to know more and to experience God more in our lives. ദൈവത്തെ കൂടുതലായി ദൈവത്തെക്കുറിച്ച് അറിയാനും ദൈവത്തെ അനുഭവിച്ചറിയുവാനും കഴിയണമെന്നുള്ള ആഗ്രഹത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. And this was the sole purpose behind the covenant. ദൈവം മനുഷ്യനുമായി എടുക്കുന്ന ഉടമ്പടിയുടെ ഉദ്ദേശവും ഇത് തന്നെയാണ്. And also he wants to redeem humanity through this covenant. ഈ ഉടമ്പടിയിലൂടെ മനുഷ്യനെ വീണ്ടെടുക്കുവാനാണ് ദൈവം ആഗ്രഹിച്ചത്. So God is not selfish by establishing a covenant. ദൈവം സ്വാർത്ഥനായതുകൊണ്ടല്ല അങ്ങനെ ഒരു ഉടമ്പടി സ്ഥാപിക്കുവാൻ തയ്യാറായത്. God is not a debtor to make a relationship with humanity. ദൈവത്തിനോട് മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടുവാൻ ദൈവം തീരുമാനിച്ചത് ദൈവം മനുഷ്യന് കടക്കാരനായിട്ടല്ല. God was not obliged to fear to make a pact with humanity. മനുഷ്യനെ ഭയന്നിട്ടല്ല ദൈവം മനുഷ്യനുമായി ഒരു ഉടമ്പടി ചെയ്തത്. But God was selfless. ദൈവം നിസ്വാർത്ഥനായതുകൊണ്ടാണ്. God granted salvation while establishing this covenant. ഈ നിയമത്തിലൂടെ ഉടമ്പടിയിലൂടെ ദൈവം മനുഷ്യന് വാഗ്ദാനം ചെയ്യുന്നത് രക്ഷയാണ്. It was not driven by fear, rather it was driven by love. മനുഷ്യനോടുള്ള ഭയത്താലല്ല ദൈവം ഉടമ്പടി ചെയ്തത്, മനുഷ്യരോടുള്ള സ്നേഹം നിമിത്തമാണ് ദൈവം ഉടമ്പടി ചെയ്തത്. Praise God. Amen. Hallelujah. Hallelujah. It is God in his sovereign will. He wanted to have relationship with humanity. ദൈവത്തിന്റെ അനാദിയായ ഹിതമാണ് ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം നിലനിൽക്കണമെന്നുള്ളത്. Not for his own benefits, അത് ദൈവത്തിന് എന്തെങ്കിലും പ്രതിഫലം ഉണ്ടാകുമെന്ന് ചിന്തിച്ചിട്ടല്ല, but for our salvation. നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ്. Unless he would have established a covenant, we would have perished ever before. ദൈവം മനുഷ്യനുമായി ഈ നിയമം സ്ഥാപിച്ചില്ലായിരുന്നുവെങ്കിൽ നാം എല്ലാവരും നശിച്ചു പോകുമായിരുന്നു. Praise God. Amen. Hallelujah. Hallelujah. So today we will focus on how God establishes a covenant with Abraham, and through that God blesses each and every one of us. എബ്രഹാമുമായി ദൈവം എങ്ങനെയാണ് ഉടമ്പടി സ്ഥാപിച്ചതെന്നും ആ ഉടമ്പടിയിലൂടെ നാം എല്ലാവരും എങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്നുവെന്നും എന്നുള്ളതാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. Praise God. Amen. In Genesis chapter 12 we see ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചത്, there are 5 elements that is dealt with this covenant. ഉടമ്പടിയുമായി ബന്ധപ്പെടുന്ന 5 കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. The first thing I want to explain is the call that is given in a covenant. ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് വിളി, ദൈവത്തിന്റെ വിളി, ഉടമ്പടിയിലുള്ള ദൈവത്തിന്റെ വിളി എന്നതാണ്. The call that is in a covenant. ഉടമ്പടിയിലെ ദൈവത്തിന്റെ വിളി.
In Genesis chapter 11, verse 31 and 32, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 31-32 വാക്യങ്ങളിൽ we see Terah, the father of Abraham, starting the journey along with his family to Canaan. അബ്രഹാമിന്റെ പിതാവ് തേരഹ് തന്റെ യാത്ര ഹാരാനിൽ തന്റെ യാത്ര ആരംഭിക്കുന്നതിനെ കുറിച്ച് കാണുവാൻ കഴിയും. He started to travel to Canaan, അവൻ കനാനിലേക്ക് യാത്ര ചെയ്തു. but when he reached the place called Haran, he stayed there. അവൻ ഹാരാനിൽ എത്തിയപ്പോൾ അവിടെ താമസിച്ചു. But here we need to notice that after he reached Haran, he did not proceed his journey to Canaan. ഹാരാനിൽ വന്നെത്തിയ ശേഷം അവൻ കനാനിലേക്ക് അവന്റെ യാത്ര തുടർന്നില്ല എന്ന് കാണുവാൻ കഴിയും. We don't know whether he had a voice heard from the Lord that he should journey to Canaan, but it is very clear in the scripture that he had a desire to reach Canaan. അവൻ യാത്ര തുടർന്നോ ഇല്ലയോ എന്ന് വ്യക്തമല്ല, പക്ഷേ അവന് യാത്ര തുടരുവാൻ കഴിഞ്ഞില്ല എന്നത് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടോ എന്നത് വ്യക്തമല്ല. But Abraham listened to the voice of the Lord. എന്നാൽ അബ്രഹാം അങ്ങനെയല്ല, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയുണ്ടായി. When they were dwelling at Haran, when his father died, ഹാരാനിൽ വെച്ച് അവന്റെ പിതാവായ തേരഹ് മരിച്ചു. അവൻ ഹാരാനിൽ പിന്നെയും പാർത്തു. Abram immediately heard the voice of the Lord in chapter 12. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാം ദൈവത്തിന്റെ ശബ്ദം കേട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. God called him out of the country which he was living at the time. അവൻ താമസിക്കുന്ന ദേശത്തുനിന്ന് ദൈവം അവനെ വിളിച്ചു. God determined that he will be a blessing. God chose Abraham. ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു, അവൻ ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് പറഞ്ഞു. But the difference between being chosen and being called is that the response the person who is being called. വിളിയും തിരഞ്ഞെടുപ്പും തമ്മിലുള്ള വ്യത്യാസം വിളിക്കപ്പെട്ട മനുഷ്യന്റെ റെസ്പോൺസ് ആണ്. When somebody calls you, how do you respond makes the difference whether you have been chosen or you are just being called. ദൈവം നിന്നെ വിളിക്കുമ്പോൾ നീ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിന്റെ വിളിയും തിരഞ്ഞെടുപ്പും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുവാൻ കഴിയുക. Praise God. Amen. Scripture says that many are being called but few are chosen. വേദപുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അനേകർ വിളിക്കപ്പെട്ടവർ അനേകരും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. Salvation calls for everyone. രക്ഷ എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടി ദൈവം പ്രദാനം ചെയ്യുന്നു. But those who have been sanctified, those who have been anointed, those who have been chosen for eternity is by the response they give to the Lord. തിരഞ്ഞെടുപ്പും രക്ഷയും നിത്യതയും എന്ന് പറയുന്നത് രക്ഷ സ്വീകരിക്കുന്ന മനുഷ്യന്റെ പ്രതികരണത്തിൽ നിന്നാണ് ഉളവാകേണ്ടത്. So here we see in verse 4. 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. So Abraham departed as the Lord had spoken to him. അബ്രഹാം തന്നോട് കൽപ്പിച്ചതുപോലെ സ്വത്തും അബ്രഹാമും ലോത്തും അവനോട് കൂടെ പോയി. So here Abraham starts the journey to responding with faith. വിളിയുടെ പ്രതികരണത്താൽ അവൻ വിശ്വാസത്തോടെ അബ്രഹാം തന്റെ യാത്ര ആരംഭിച്ചു. He accepts the call from the sovereign Lord Yahweh. സർവശക്തനായ യഹോവയിൽ നിന്ന് ഉള്ള വിളി അവൻ സ്വീകരിച്ചു. And he responds with faith. അവൻ വിശ്വാസത്തോടെ പ്രതികരിച്ചു. The second aspect which is dealt with this covenant is how do we respond? ഈ ഉടമ്പടിയുടെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എങ്ങനെ നാം പ്രതികരിക്കുന്നു എന്നതാണ്. Do we respond with obedience? Do we respond with faith? നാം വിശ്വാസത്തോടെ അനുസരണത്തോടു കൂടെയാണോ പ്രതികരിക്കുക? Do we really respond with full faith? പൂർണ്ണമായ വിശ്വാസത്തോടെ ആണോ നാം പ്രതികരിക്കുക? Before this, Abraham would have not heard the voice of the Lord. പക്ഷേ ഇതിനു മുൻപ് അബ്രഹാം ദൈവശബ്ദം കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമല്ല. But here he is believing that there is a great God and he had heard the voice of the Lord and he has determined to fully believe that. ഇവിടെ ഇത് അബ്രഹാം ദൈവശബ്ദം കേട്ടു എന്നും ആ ശബ്ദത്തിൽ ദൈവത്തിൽ അവൻ പൂർണ്ണമായി വിശ്വസിച്ചു എന്നും ആ വിളി കേട്ട് അവൻ പ്രതികരിക്കുകയുണ്ടായി എന്നും നമ്മൾ കാണുന്നു. And he is believing that this is the God who calls me. ഇത് ദൈവം എന്നെ വിളിച്ചതാണെന്ന് അവൻ പൂർണ്ണമായി വിശ്വസിക്കുവാനിടയായി. Unless you have faith, you cannot follow someone. നിങ്ങൾക്ക് ഒരാളെ വിശ്വാസമില്ലെങ്കിൽ അയാളെ നിങ്ങൾക്ക് പിന്തുടരുവാൻ കഴിയുകയില്ല. Because you will be in confused situation. നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ കൺഫ്യൂസ്ഡ് ആകാൻ സാധ്യതയുണ്ട്. But here Abraham was determined and he had faith to follow the God. ഇവിടെ അബ്രഹാം ഒട്ടും സംശയിക്കാതെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. But you need to understand how his faith grew. നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, അബ്രഹാമിന്റെ വിശ്വാസം എങ്ങനെ വളരുവാനിടയായി. In verse 10 onwards when you read, 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 12-ന്റെ 10 മുതൽ, now there was a great famine in the land.
ഇവിടെ ദേശത്ത് വലിയൊരു ക്ഷാമമുണ്ടായി. And Abraham went down to Egypt. അബ്രഹാം മിസ്രൈമിൽ ചെന്ന് പാർക്കുവാൻ അവിടേക്ക് പോയി. In verse 8, when you see that, 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, he moved from there to the mountain east to Bethel. അവൻ അവിടെ നിന്ന് ബഥേലിന് കിഴക്കേക്കുള്ള ബഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ട് ബഥേൽ പടിഞ്ഞാറും ഹായ് കിഴക്കുമായി കൂടാരമടിച്ചു. And there he built an altar to the Lord and called the name of the Lord. അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. He worshipped the Lord when he reached to a particular place. അവൻ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറായി. He built an altar. അവനൊരു യാഗപീഠം പണിതു. As if we always come here and worship the Lord and we have a place to worship the presence of God. നമ്മൾ എപ്പോഴും ഇവിടെ കൂടി വരുമ്പോൾ നമുക്ക് ആരാധനയ്ക്കായിട്ട് ഒരു സ്ഥലമുണ്ട് എന്നുള്ളത് ഒരു നിശ്ചയമാണ് നമ്മുടേത്. So Abraham was determined to seek the presence of God. സോ അബ്രഹാമിന്റെ ജീവിതത്തിലും ദൈവ സാന്നിധ്യം അന്വേഷിച്ചു പോകുന്ന ഒരു പ്രകൃതമുണ്ടായിരുന്നു. He had faith. അവന് വിശ്വാസമുണ്ടായി. And he had an eagerness to seek the presence of God. ദൈവത്തിന്റെ സാന്നിധ്യം അന്വേഷിക്കുവാനുള്ള ഒരു വലിയ താല്പര്യം അവന്റെ ഉള്ളിലുണ്ടായി. Everything was fair until this moment. ഇതുവരെയും ക്ഷാമമാണ്. But after this, there was a famine in the land. ഇവിടെ ഇതുവരെയും നന്നായി കാര്യങ്ങൾ പോയി, എന്നാൽ ഇവിടെ ഒരു വലിയ ക്ഷാമം ദേശത്തുണ്ടായി. He started the journey with faith. അവൻ വിശ്വാസത്താൽ യാത്ര ആരംഭിച്ചു. But when the famine hit the land, ക്ഷാമം കടന്നു വന്നപ്പോൾ he was shaken. അവൻ കുലുങ്ങിപ്പോയി. His faith was a little bit shaken. അവന്റെ വിശ്വാസം അല്പമായി വിശ്വാസത്തിന് കുലുക്കം സംഭവിച്ചു. We call Abraham the father of faith. നമ്മൾ അബ്രഹാമിനെ വിളിക്കുന്നത് വിശ്വാസികളുടെ പിതാവെന്നാണ്. In Hebrews chapter 10 and 11 we see that he is one among the great forerunners of faith. എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നവൻ അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ച് വായിക്കുന്നു. But how did he become a complete person which God can attest that he was a man of faith? വിശ്വാസത്തിന്റെ മനുഷ്യൻ, പുരുഷൻ എന്ന് ദൈവം അവനെ അഭിസംബോധന ചെയ്യുന്ന വിധത്തിൽ അവൻ എങ്ങനെ ശക്തനായ ഒരു വിശ്വാസിയായി തീർന്നു എന്ന് നമുക്ക് നോക്കാം. Faith is a process. We can't just take in faith in a second. വിശ്വാസം ഒരു നിമിഷം കൊണ്ട് ഉണ്ടാകുന്നതല്ല, അതൊരു വലിയ പ്രോസസ്സാണ്. You have to know. വിശ്വാസത്തിന് നമുക്ക് അറിവ് ആവശ്യമാണ്. Not by intellectual abilities, but knowing that God is able. ദൈവത്തെ ബുദ്ധി കൊണ്ടല്ല, ദൈവം ശക്തനാണ് എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. And God helps us to grow in faith. ദൈവം വിശ്വാസത്തിൽ നമ്മെ വളരുവാൻ സഹായിക്കുന്നു എന്നുള്ള അറിവും ഉണ്ടാകണം. When the disciples came to Jesus, they said, Lord, why can't we do this? Why can't we do this miracle? Why can't we chase this demon out? But God said, it is because of your unbelief. So God helped them to grow in faith. ശിഷ്യന്മാർ കർത്താവിന്റെ അടുക്കലേക്ക് വന്ന് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: കർത്താവേ, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഭൂതത്തെ ഓടിക്കുവാൻ ശാസിക്കുവാൻ കഴിഞ്ഞില്ല? കർത്താവ് അവരോട് പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് കൊണ്ട് മാത്രമാണ് അത് സംഭവിക്കാത്തത്. So Jesus is helping us to grow in faith. സോ കർത്താവ് നമ്മളെ വിശ്വാസത്തിൽ വളരുവാൻ സഹായിക്കുന്നു. Even in Abraham's life it's same. അബ്രഹാമിന്റെ ജീവിതത്തിലും അത് തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. From verse 10 till verse 20 you see the story of Abraham, what happened when he went to Egypt. He had to manipulate about his life. 10 മുതൽ 20 വാക്യങ്ങളിൽ അവൻ മിസ്രൈമിൽ പോയതും അവിടെ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചും വിവരിച്ച് പറഞ്ഞിരിക്കുന്നു. He was about and he was made to say some lies to Pharaoh. ഫറവോനോട് അവൻ ഒരു കള്ളം പറയുവാൻ തന്നെ അവൻ പ്രേരിതനായി. He was in a state to reject and say something wrong about his own family. അവൻ അവന്റെ കുടുംബത്തെക്കുറിച്ച് തന്നെ ചില കാര്യങ്ങൾ തള്ളി പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. He was in a situation that he had to say that Sarai was his sister. അവന്റെ ഭാര്യയായ സാറ അവന്റെ സഹോദരിയാണ് എന്ന് ഫറവോട് പറയേണ്ട സാഹചര്യം അവനുണ്ടായി. Because of the fear for his life. അവന്റെ ജീവനെക്കുറിച്ചുള്ള ഭയമാണ് അത് പറയുവാൻ ഇടയായ സാഹചര്യം. You know what is the reason behind this? നിങ്ങൾക്ക് അതിന്റെ പിന്നിലെ കാരണം അറിയാമോ? Because of the unbelief he had. അവനിൽ ഉണ്ടായ അവിശ്വാസമാണ് അങ്ങനെ പറയുവാനുള്ള കാരണം. If Abraham would have trusted God completely at the particular point, ആ ജീവിത സാഹചര്യത്തിലും അബ്രഹാമിന് ദൈവത്തെ അടിയുറച്ച് പൂർണ്ണമായി വിശ്വസിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ he would have not taken a route to Egypt.
അവൻ മിസ്രൈമിലേക്കുള്ള യാത്ര ഒഴിവാക്കാമായിരുന്നു. And he would have avoided all this situation. ആ സിറ്റുവേഷൻ, ആ സാഹചര്യം അവന്റെ ജീവിതത്തിൽ നിന്ന് അവൻ ഒഴിവാക്കുവാൻ കഴിയുമായിരുന്നു. He had to face some difficult situation. Even Pharaoh was plagued by the Lord. അവൻ ജീവിതത്തിൽ വളരെ പ്രതികൂലത്തിലേക്ക് അവൻ കടന്നുപോയി. Even Pharaoh was plagued by the Lord. In verse 17 we see that. 17ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, Pharaoh was plagued by the Lord. ദൈവത്താൽ ഫറവോൻ ബാധിച്ചതായി നമുക്ക് വായിക്കാൻ കഴിയുന്നു. Because God was gracious enough to the unbelief of Abraham, he protected Abraham and his family from Pharaoh. അവിശ്വാസ നിമിത്തം അബ്രഹാം ഒന്ന് തളർന്നു പോയെങ്കിലും ദൈവത്തിന്റെ മഹാദയ നിമിത്തം അബ്രഹാമിനെയും അബ്രഹാമിന്റെ കുടുംബത്തെയും ദൈവം സംരക്ഷിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. God plagued Pharaoh and his family and his household so that he may protect his chosen and his follower. അബ്രഹാമിന്റെ ഭാര്യ സാറയെ നിമിത്തം യഹോവ ഫറവോനെയും അവന്റെ കുടുംബത്തെയും അത്യന്തം ദണ്ഡിപ്പിച്ചു. എന്നിട്ട് അബ്രഹാമിനെ സംരക്ഷിക്കുവാനിടയായി. Our God is gracious. നമ്മുടെ ദൈവം മഹാദയുള്ള ദൈവമാണ്. Our God is concerned for us. ദൈവത്തിന് നമ്മോട് വലിയ കരുണയുണ്ട്, കരുതലുണ്ട്. Sometimes we may fail God, but God never fails us. നാം പലപ്പോഴും പരാജയപ്പെട്ടു പോകാം, പക്ഷെ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടുന്നില്ല. So the fact we need is that we need to have perseverance to follow the faith. നമുക്ക് വേണ്ടത് വിശ്വാസത്തിൽ ത്യാഗത്തോടെ നിൽക്കുവാൻ നമുക്ക് ശക്തി We need to ഉണ്ടാകേണ്ടിയിരിക്കുന്നു. persevere through the trials. നാം നമ്മുടെ കഷ്ടതയിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കേണ്ട ആവശ്യമുണ്ട്. Praise God. Amen. Today in our life, we may face situations that may hinder, that may shaken our own faith. But today God is encouraging you that trust in Him completely so that He may establish you in a place where He wants you to be. നമ്മുടെ ജീവിതത്തിലും നാം വിശ്വാസത്തിൽ ചോദ്യം ചെയ്യപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ കടന്നു വന്നേക്കാം. എന്നാൽ ആ സന്ദർഭങ്ങളിലും വിശ്വാസത്തിൽ പതറാതെ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ ദൈവം നമ്മെ വിജയത്തിലേക്ക് കൊണ്ടുവരും. The first thing is call. ഒന്നാമത്തെ വിഷയം വിളി, ദൈവത്തിന്റെ വിളി. The second is the response with faith. രണ്ടാമത്തെ വിഷയം വിശ്വാസത്താലുള്ള പ്രതികരണമാണ്. And following Him with obedience. അനുസരണവും അടുത്തതായി വരുന്നു. Not to imply our own thoughts and our own plans, but to trusting in Him completely. നമ്മുടെ ഉദ്ദേശങ്ങളോ നമ്മുടെ ആഗ്രഹങ്ങളോ അല്ല, ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അത് സ്വീകരിക്കുക എന്നതിലാണ്. Praise God. Amen. The third thing I want to speak is about sanctification. മൂന്നാമത്തെ വിഷയം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് വിശുദ്ധീകരണത്തെ കുറിച്ചാണ്. God wanted Abraham to be set apart from his entire family. ദൈവത്തിന് അബ്രഹാമിനെ തന്റെ കുടുംബത്തിൽ നിന്ന്, പിതൃഭവനത്തിൽ നിന്ന് പൂർണ്ണമായും വേർതിരിക്കുവാനായിരുന്നു ആഗ്രഹം. From that particular country. ആ രാജ്യത്തിൽ നിന്ന് പോലും വേർതിരിക്കുവാനാണ് ദൈവം ആഗ്രഹിച്ചത്. Because God has a great purpose for him. ദൈവത്തിന് അബ്രഹാമിന്റെ ജീവിതത്തെ കുറിച്ച് ഒരു വലിയ ഉദ്ദേശമാണ് ഉണ്ടായിരുന്നത്. And that God explained verse 1, 2 and 3 in chapter 12. 12-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളിൽ ദൈവം അത് വ്യക്തമാക്കിയിട്ടുണ്ട്. But here we need to see the word sanctification means being set apart. വിശുദ്ധീകരണം എന്ന വാക്ക് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേർപാട് എന്ന അർത്ഥത്തിലാണ്. Being set apart for God's purpose. ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾക്കായി വേർപെടുക എന്നതാണ്. Verse 4 we see that Abraham started the journey. 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും അബ്രഹാം ചെയ്ത് അവനോട് കൂടെ പോയി. But you see here in English it says that and Lot went with him. വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു ലോത്തും അവനോട് കൂടെ പോയി. Abraham did not invite Lot. അബ്രഹാം ലോത്തിനെ ക്ഷണിച്ചതായി നമ്മൾ കാണുന്നില്ല. Abraham didn't want that he has to be followed by a great people along with him. Abraham was not intending that he need to be followed by a great people. അബ്രഹാം ഒരിക്കലും ജീവിതത്തിൽ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടെയല്ല ലോത്തും തന്നെ പിന്തുടരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയല്ല പുറപ്പെട്ടത്. Because it was a specific call for Abraham. ഇത് അബ്രഹാമിന് മാത്രമായുള്ള ഒരു പ്രത്യേക വിളിയായിരുന്നു. But Lot clinged on to him. എന്നാൽ ലോത്തും അവനോട് കൂടെ ചേർന്ന് നിൽക്കുവാനിടയായി. But we need to understand what happened in chapter 13. 13-ാം അധ്യായത്തിൽ ആണ് നമ്മൾ അത് കാണുന്നത്. എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? Chapter 13 verse 5 explains. 13-ന്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. Until verse 10 we see there. 10 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. There was a great strife between Lot and Lot's herdsmen and also Abraham and Abraham's herdsmen. അബ്രഹാമിനും അബ്രഹാമിന്റെ കൂടെയുള്ളവർക്കും ലോത്തിനും അവനോട് കൂടെയുള്ളവർക്കും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ടായി. Abraham's perspective and following for God was completely different. അബ്രഹാമിനും അവനോട് കൂടെയുള്ളവരും ദൈവത്തെ പിൻപറ്റുന്ന കാര്യത്തിൽ വ്യക്തമായ വ്യത്യസ്തതയുണ്ടായിരുന്നു. But Lot and his herdsmen were with
Abraham for the provisions they had. ലോത്തും അവനോടുകൂടെ ഉള്ളവരുടെയും ഉദ്ദേശം മറ്റൊന്നായിരുന്നു. Abraham followed God for he trusted God. അബ്രഹാമോ ദൈവത്തെ പിൻപറ്റുകയും അവനെ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. But Lot clinged on to Abraham for the provisions he can get from him. എന്നാൽ ലോത്ത് അബ്രഹാമിനോട് ചേർന്ന് നിന്നത് അവന് കിട്ടാവുന്ന നന്മകളെ ഓർത്തിട്ടാണ്. The difference between Abraham and Lot was Abraham focused on God himself. അബ്രഹാമും ലോത്തും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് അബ്രഹാം ദൈവത്തെ മാത്രം നോക്കി ഇറങ്ങി എന്നതാണ്. But Lot focused on the blessings that he can receive. ലോത്തോ തനിക്ക് ലഭിക്കാവുന്ന നന്മകളെ നോക്കിയാണ് ലക്ഷ്യം വെച്ചാണ് യാത്ര ചെയ്തത്. At this particular point there was a great strife between them. അവർ രണ്ടുപേരും തമ്മിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. But Abraham was much focused on God's calling more than the blessings. എന്നാൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് നന്മകളെക്കാൾ അനുഗ്രഹങ്ങളെക്കാൾ ദൈവത്തിന്റെ വിളിയാണ് അബ്രഹാം കേന്ദ്രീകരിച്ചത്. Praise God. ആമേൻ. In verse 9, chapter 13, we see that he said to Lot that is not the whole land before you. Please separate from me. If you want to take to the left, I will go to the right. If you go to the right, then I will go to the left. 13-9 വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ, എന്നെ വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. Abraham focused on God's journey. അബ്രഹാം ദൈവത്തോട് കൂടെ യാത്ര ചെയ്യുന്നത് ശ്രദ്ധ വെച്ചു. He was purposed and he wanted to follow what God wanted him to do. ദൈവത്തെ മാത്രം കേന്ദ്രമാക്കി ലക്ഷ്യമാക്കി ദൈവം തന്നിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് മാത്രം ചെയ്യുവാൻ ആഗ്രഹിച്ചു. And here we see what happened to Abraham and Lot. ഇവിടെ അബ്രഹാമിനും ലോത്തിനും എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. Abraham continued to follow God. ദൈവത്തെ പിൻപറ്റുന്നത് തന്നെ അബ്രഹാം തുടർന്നുകൊണ്ടിരുന്നു. But Lot went into a place where there was destruction waiting for him. എന്നാൽ ലോത്തോ തിരിഞ്ഞ് തകർച്ച സംഭവിക്കുവാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്തേക്ക് ലക്ഷ്യമാക്കി നീങ്ങി. It was so pleasant to see, it was so blessed, but he could not understand what was really in there. തുടക്കത്തിൽ അത് വളരെ അനുഗ്രഹവും ശാശ്വതവും നല്ലതും എന്ന് അവൻ തോന്നി, എന്നാൽ അതിന്റെ ഒടുക്കം എന്താണ് എന്നവൻ അറിഞ്ഞിരുന്നില്ല. He took the green pastures. അവൻ നല്ല ദേശമെല്ലാം തിരഞ്ഞെടുത്തു. But the verse 13 explains that the men of the Sodom are exceedingly wicked and sinful against the Lord. 13 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാപാപികളുമായിരുന്നു. The path Lot took was the people living there was against the Lord. ലോത്ത് തിരഞ്ഞെടുത്ത വഴി ദൈവത്തെ കോപിപ്പിക്കുന്ന മഹാപാപികൾ നിറഞ്ഞ സ്ഥലമായിരുന്നു. He could not understand where he needed to be placed according to God's will. ദൈവത്തിന്റെ ദർശനപ്രകാരം എവിടെ താൻ താവളം അടിക്കണമെന്നുള്ളത് അവൻ അറിഞ്ഞിരുന്നില്ല. Because he did not receive the call, he did not respond with faith, he did not even know God. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഒന്നാമത് അവൻ ദൈവത്താൽ വിളിക്കപ്പെട്ടിരുന്നില്ല, അവൻ വിശ്വാസത്തോടെ പ്രതികരിച്ചിരുന്നില്ല, അവന് ദൈവത്തെ ശരിക്കും അറിയത്തില്ലായിരുന്നു. But Abraham was called by God. He responded with faith and he knew God, that he can trust God. അബ്രഹാം ദൈവത്താൽ വിളിക്കപ്പെട്ടവനായിരുന്നു, വിശ്വാസത്തോടെ അവൻ വിളിയോട് പ്രതികരിച്ചിരുന്നു, അവന് ദൈവത്തെക്കുറിച്ച് അറിയുമായിരുന്നു. And once he was set apart from the other people, അവൻ മറ്റുള്ളവരിൽ നിന്ന് വേർപെടുവാനിടയായപ്പോൾ, especially set apart for the Lord's will rather than the worldly desires, ലോകത്തിന്റെ മോഹങ്ങളെല്ലാം വിട്ട് ദൈവത്തിന്റെ ഹിതത്തിലേക്ക് അവൻ വന്നപ്പോൾ, God immediately spoke in verse 14. 14 വാക്യത്തിൽ ദൈവം അവനോട് പെട്ടെന്ന് സംസാരിക്കുന്നതായി കാണുവാൻ The കഴിയും. scripture clearly says the Lord said to Abraham after Lot separated from him. ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്തത്, And he continued that, and God immediately said that, lift up your eyes and see to the westward, eastward, northward and southward. Everything you see, I shall bless you with that. ലോത്ത് അബ്രഹാമിനോട് വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, നീ തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. Praise God. ആമേൻ. Abraham did not choose the land. God gave him the land. അബ്രഹാം തിരഞ്ഞെടുത്തതല്ല, ദൈവം അവന് ആ ദേശം കൊടുക്കുകയായിരുന്നു. Today, if you want to follow God's will, don't choose your own decisions or your own desires. Let God give you. ദൈവഹിതമാണ് നിങ്ങളുടെ പ്രധാന ലക്ഷ്യമെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനങ്ങൾ എടുക്കാതെ ദൈവഹിതത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ തീരുമാനങ്ങൾക്കായി വിട്ടുകൊടുക്കുക. God knows which is better for you. ദൈവത്തിന് ഏതാണ് നമുക്ക് ഏറ്റവും മെച്ചമായതെന്ന് നന്നായിട്ട് അറിയാം. That might be something that is trying to hold on to you from the past.
There might be something that tries to hold on to you from the past. പിന്നിൽ മുമ്പിലെ പഴയ കാര്യങ്ങളിൽ നിന്ന് ചിലത് നാം പിടിച്ചു നിൽക്കാതെ, Like Lot was holding on to Abraham, there might be something in your life and some relationship or something that is trying to hinder your purpose with God. ലോത്ത് അബ്രഹാമിനെ പറ്റി നിന്നതുപോലെ നാമും ലോകത്തിലെ അല്ലെങ്കിൽ പഴയ ജീവിതത്തിലെ പല കാര്യങ്ങളിൽ നാം പറ്റി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിന്റെ നന്മ കാണുവാനോ അനുഭവിക്കുവാനോ കഴിയുകയില്ല. Praise God. Amen. Hallelujah. You need to set apart yourself for God. ദൈവത്തിനായി നിങ്ങൾ നിങ്ങളെ തന്നെ വേർതിരിക്കേണ്ടിയിരിക്കുന്നു. Abraham was determined to set himself apart for God's will. അബ്രഹാം ദൈവഹിതത്തിനായി തന്നെ തന്നെ വേർപെടുത്തുവാൻ ആഗ്രഹിച്ചു. Today we need to have responsibility to seek God, to set us apart for God's purpose. ദൈവത്തിന്റെ ഹിതത്തിനായി നമ്മെ തന്നെ വേർതിരിച്ച് നിർത്തുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. Praise the Lord. Amen. Hallelujah. The fourth aspect in this covenant is the high priest involved here. നാലാമത്തെ ഉടമ്പടിയുടെ നാലാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ പൗരോഹിത്യ ഉടമ്പടിയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. Is the high priest. മഹാപുരോഹിതൻ. Hallelujah. Chapter 14 verse 18 explains, then Melchizedek, king of Salem, brought out bread and wine. He was a high priest of God most high. 14 അധ്യായത്തിന്റെ 18 വാക്യം മുതൽ നമ്മൾ വായിക്കുന്നു, ശാലോം രാജാവായ മൽക്കീസേദക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. And he blessed him and said, അവനെ അനുഗ്രഹിച്ച് അവൻ പറഞ്ഞത്, here Abraham was returning from a battle so that he might save Lot even from the destruction and the battle he had. ലോത്ത് അബ്രഹാം ഇതാ യുദ്ധത്തിൽ നിന്ന് മടങ്ങി വരികയാണ്. After coming back from the battle, he intervened and he was encountered by the high priest of God. അവൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവൻ ദൈവത്തിന്റെ മഹാപുരോഹിതനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. Here the purpose of the high priest is that it symbolizes Jesus Christ himself. ആ മഹാപുരോഹിതൻ ഇവിടെ കർത്താവായ യേശുവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. Praise God. Amen. We need to understand that if there is a covenant, we need to focus on the mediator of the covenant, that is the Jesus Christ. നമുക്ക് ഉടമ്പടിയുണ്ട്, ഉടമ്പടിയുടെ മധ്യസ്ഥൻ ക്രിസ്തുവാണ്, അവനെയാണ് നാം നോക്കേണ്ടത്. Today, the Father God calls us to have a relationship with Him, but it can be accomplished only through the mediator, the eternal mediator, the first and the last high priest, the chief priest above everything. പിതാവായ ദൈവം നമ്മെ ഉടമ്പടിയിലേക്ക് ക്ഷണിക്കുമ്പോൾ അത് മധ്യസ്ഥനായ ക്രിസ്തുവിലൂടെ, മഹാപുരോഹിതനായ ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് സാധ്യമാക്കി തീരുകയുള്ളൂ. Hallelujah. Without the high priest, we cannot experience the presence of the Father. മഹാപുരോഹിതന്റെ സഹായമില്ലാതെ നമുക്ക് പിതാവായ ദൈവത്തിന്റെ വിശുദ്ധമായ സാന്നിധ്യം അനുഭവിച്ചെടുക്കുവാൻ കഴിയുകയില്ല. Hebrews chapter 10 explains that Jesus Christ is the high priest, the intercessor who is mediating for us so that we can enter in the presence of God by the blood of him. എബ്രായർക്കെഴുതിയ ലേഖനം 10 അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, മഹാപുരോഹിതനായ ക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ എന്നും നമുക്കായി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. So the mediator is Jesus Christ himself. യേശു ക്രിസ്തു എന്ന മധ്യസ്ഥനാണ് നമുക്കുള്ളത്. The Son of God himself encountered Abraham and blessed him. ദൈവത്തിന്റെ പുത്രൻ തന്നെയാണ് അബ്രഹാമിനെ നേരിട്ടതും അവനെ അനുഗ്രഹിച്ചതും. Praise God. Amen. So we need to have the relationship with Jesus Christ so that we can have a relationship with the Father. Unless Jesus Christ shows who the Father is, nobody can have relationship with the Father. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ അല്ലാതെ പിതാവിന്റെ അടുക്കലേക്ക് നമുക്ക് പോകുവാൻ കഴിയുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് പിതാവിനെ കാണുവാൻ കഴിയുക. Praise God. Hallelujah. So we need to understand that even here, Abraham, verse 21 onwards, chapter 14, verse 21 to 24 explains that Abraham was given an opportunity by this king of Sodom to have some possessions after winning the battle. 14 അധ്യായത്തിന്റെ 21 വാക്യത്തിൽ വായിക്കുന്നത്, സോദോം രാജാവായ അബ്രഹാമിനോട് ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. But Abraham said, I don't want anything from you, even a strap of your sandal. അതിന് അബ്രഹാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കിയിരിക്കുന്നു എന്ന് നീ പറയാതിരിപ്പാൻ ഞാനൊരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് പറഞ്ഞു. I don't want the things that belongs to you or from the world, but I am focused on
following God, and He is enough for me. രാജാവോ രാജാവിനുള്ളതോ ഒന്നുമല്ല എന്റെ ലക്ഷ്യം, രാജാവ് എന്നെ സമ്പന്നനാക്കി എന്ന് പറയാതിരിപ്പാൻ ഞാൻ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നു എന്ന് വരേണ്ടതിന് ഞാൻ അത് സ്വീകരിക്കുന്നില്ല. Focus on God, everything will be given to you. കർത്താവിനെ നമ്മൾ പിൻപറ്റുകയാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തിൽ നിന്ന് അവൻ പ്രൊവൈഡ് The ചെയ്യുവാനിടയാകും. gospel it says, seek ye first the kingdom of God, and all these things shall be added unto you. വചനം ഇങ്ങനെ പറയുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. Praise God. Hallelujah. The final aspect I want to talk to you today is about the worship in the covenant. ഒടുവിലായി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഉടമ്പടിയിൽ നിയമത്തിലുള്ള ആരാധനയാണ്. Praise God. Chapter 17 explains. 17-ാം അധ്യായം ഇങ്ങനെ പറയുന്നു. I'm sorry, chapter 15. 15-ാം അധ്യായം. Chapter 15 explains that God met him and spoke to him once again. ദൈവം വീണ്ടും അവനെ എതിരേറ്റു, അവനോട് Chapter സംസാരിക്കുവാനിടയായി. 15 verse 1. After these things, the word of the Lord came to Abraham in a vision, saying, Do not be afraid, Abraham. I am your shield. I am your exceedingly great reward. അതിനുശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായെന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. He did not say that I will give you great rewards, but he says that I am your great reward. ദൈവം പറഞ്ഞത് ഞാൻ നിനക്ക് ആ പ്രതിഫലം തരുമെന്നല്ല, ഞാൻ തന്നെ നിന്റെ പ്രതിഫലമാകുന്നു എന്നാണ്. Today, if we believe and receive that He is our great, exceeding great reward, ഇന്ന് പകൽക്കാലം നാം പൂർണ്ണമായും അവൻ ആരെന്ന് അറിഞ്ഞ് അവനെ വിശ്വസിക്കുവാനിടയാകുന്നുവെങ്കിൽ, and that is sufficient. അത് തന്നെ വളരെ പൂർണ്ണമാകുന്നു. Our God is our exceeding great reward. നമ്മുടെ ദൈവം തന്നെയാണ് അതിമഹത്തായ നമ്മുടെ പ്രതിഫലം. But see, Abraham, he questions God once again. നോക്കുക, അബ്രഹാം വീണ്ടും ദൈവത്തെ ചോദ്യം The ചെയ്യുകയാണ്. father of faith again questions him back. വിശ്വാസികളുടെ പിതാവ് പിന്നെയും ദൈവത്തെ ചോദ്യം ചെയ്യുകയാണ്. Of course, his question was reasonable അവന്റെ ചോദ്യം വളരെ കാരണമാണ്. because he did not see the blessings in his physical eyes. He had no child for him. അവന്റെ അക്ഷരീയ കണ്ണുകളാൽ ആ അനുഗ്രഹം അവൻ കണ്ടില്ല. അവൻ അന്നുവരെയും കുഞ്ഞുങ്ങളിലായിരുന്നു. He questions God. God, is Eliezer, my household, is my hire? അവൻ ദൈവത്തോട് ചോദിക്കുകയാണ്, കർത്താവ് യജമാനനെ, എൻ്റെ ബാല്യക്കാരനായ എലയാസർ എനിക്ക് പകരം യജമാനനാകുമോ, എൻ്റെ പിന്തുടരാവകാശിയാകുമോ? But God says that it is not him, but I shall bless you, and he shall be your own seed. അവൻ ദൈവം അബ്രഹാമിനോട് പറയുന്നത്, അവനല്ല, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നിൽ നിന്ന് തന്നെ ആ അനുഗ്രഹം പുറപ്പെടും. Abram was thinking that God has called us to reach Canaan. That was Abraham's focus. അബ്രഹാം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കനാൻ ദേശത്ത് ചെല്ലുക എന്നുള്ളതാണ്. God will bless me with a child. God will bless me with a child. ദൈവം എന്നെ ഒരു മകനാൽ അനുഗ്രഹിക്കുമെന്ന് അവൻ വിശ്വസിച്ചു. As God has promised, He is going to make me great. ദൈവം കൽപ്പിച്ചതുപോലെ അല്ലെങ്കിൽ അരുളി ചെയ്തതുപോലെ തന്നെ ദൈവം അത് ചെയ്യും എന്ന് അവൻ വിശ്വസിച്ചു. But he did not understand that God will send Jesus Christ to the world so that he may become the father of nations. Through Jesus Christ, he can save the entire humanity. അവൻ അന്ന് അറിഞ്ഞിരുന്നില്ല ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുമെന്നും സകല ജനത്തിന്റെയും രക്ഷ അബ്രഹാമിന്റെ സന്തതിയിൽ നിന്ന് പുറപ്പെടുമെന്നുള്ള വസ്തുത. God's promise to Abraham was not only the physical blessings in his family, but it was a salvation, the redemptive act, so that God may send. This was the seed which God was speaking. അബ്രഹാമിന്റെ കുടുംബത്തെ മാത്രം അനുഗ്രഹിക്കുമെന്നല്ല ദൈവം പറഞ്ഞത്, അബ്രഹാമിനിലൂടെ സകല രാജ്യങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്നാണ്. And that can be fulfilled only through Jesus Christ, not through Isaac. അത് ഇസഹാക്കിൽ കൂടെയല്ല, അത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിലൂടെയാണ് അത് സാധ്യമായി തീരുന്നത്. Praise God. ആമേൻ. Verse 9 explains that 9-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, God says to him that go and do these. These are the requirements of making a sacrifice. അവനോട് പറയുന്നു, നീ പോയി Offer up a sacrifice. ഒരു യാഗം കഴിക്കുക. And Abraham obeyed to accomplish that sacrifice. അവൻ അബ്രഹാം പോയി യാഗം കഴിക്കുവാൻ തീരുമാനിച്ചു. While worshipping, he laid the sacrifices on the altar. അവൻ യാഗം കഴിക്കുമ്പോൾ അവൻ യാഗവസ്തുവിനെ യാഗപീഠത്തിന്മേൽ വെച്ചു. In verse 11, you need to focus. 11-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. And when the vultures came down on the carcasses, Abraham drove them away. ഉടലുകളിന്മേൽ റാഞ്ചൽ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു. And while the vultures came, റാഞ്ചൽ പക്ഷി ഇറങ്ങി വന്നു. there are things in our life like vultures. റാഞ്ചൽ പക്ഷി പോലെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. Satan is explained here as a symbolized way.
പിശാചിനെ നമുക്ക് അവിടെ ആ പിശാചിന്റെ മറ്റൊരു പേരായിട്ട് റാഞ്ചൽ പക്ഷിയെ നമുക്ക് ചിത്രീകരിക്കാം. It comes to devour that is pertaining to God. ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുവാൻ അല്ലെങ്കിൽ എടുത്തു കളയുവാൻ കടന്നു വരുന്ന ഒരു പൈശാചിക ശക്തിയായി നമുക്കതിനെ കാണാം. Whatever we try to offer things in our life to God, however we try to do things for the Lord, there are certain things the enemy tries to plot against the things that are offered to God. ദൈവത്തിനായി ചെയ്യണമെന്ന് ദൈവത്തിനായി കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് മുന്നോട്ട് സ്റ്റെപ്പുകൾ വയ്ക്കുമ്പോൾ അതിനെ മാറ്റിക്കളയുന്ന എടുത്തുകളയുന്ന അകറ്റിക്കളയുന്ന പൈശാചിക ശക്തികൾ നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വന്നിരിക്കാം. The scripture says that we are the living sacrifice to God. വേദപുസ്തകം നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുന്ന ഞാനും നിങ്ങളുമാണ് ദൈവത്തിന് അർപ്പിക്കേണ്ട യാഗവസ്തുക്കൾ. When we are offering ourselves, our life, our family, our belongings to God, there will be things that try to devour and scatter things around. നാം നമ്മെ തന്നെ ഒരു യാഗമായി നമ്മുടെ ജീവനെ തന്നെ ഒരു യാഗമായി ആരാധനയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ജീവിതത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് അതിനെ മാറ്റിക്കളയുന്ന എടുത്തു മാറ്റിക്കളയുന്ന റാഞ്ചിക്കളയുന്ന അനുഭവങ്ങൾ കടന്നു The enemy comes to destroy, kill and spoil and loot. ശത്രു കടന്നു വരുന്നത് നശിപ്പിക്കുവാൻ കൊന്നുകളയുവാൻ കൊള്ളയടിക്കുവാൻ വേണ്ടിയാണ്. But when God comes in the presence of an worship, he comes to give life. ആരാധനയുടെ നടുവിൽ ദൈവം ഇറങ്ങി വരുമ്പോൾ അവൻ ജീവൻ നൽകുവാനാണ് ഇറങ്ങി വരുന്നത്. In Abraham, when he is trying to give sacrifice, the enemy is trying to come and destroy the sacrifice. അബ്രഹാം ദൈവത്തിന് യാഗമർപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ ശത്രു ഇതാ അതിനെ നശിപ്പിക്കുവാൻ ഇടയിലേക്ക് കയറി വരികയാണ്. But when he was determined not to allow that, he drove away them. അവനെ അനുവദിക്കാതെ അതിനെ ഓടിച്ചു കളയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. That symbolizes that we need to be in the presence of the Lord. We need to worship in the Spirit and cast everything away that is trying to destroy our worship and relationship with God. ആരാധനയും ദൈവിക ബന്ധത്തെയും നശിപ്പിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടുന്ന ആക്രമണ സ്വഭാവമുള്ള സകലത്തെയും അകറ്റിക്കളയുവാനായിട്ട് നാം തയ്യാറായി ജാഗ്രതയുള്ളവരായിരിക്കണം. It is the presence of the Holy Spirit that helps us to overcome everything. ഇങ്ങനെയുള്ള പ്രതികൂല ശക്തികളെ അതിജീവിക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവ് ശക്തി നൽകുകയാണ്. Without the anointing of the Holy Spirit, we cannot cast out the things disturbing our relationship with God. ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയില്ലാതെ ആരാധനയെ തടസ്സപ്പെടുത്തുന്ന ഈ വിധ പ്രതികൂലങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. It is the anointing that breaks the yoke. അഭിഷേകമാണ് ആമേൻ നുകത്തെ തകർക്കുന്നത്. It is the anointing that shatters the yoke. നുകത്തെ തകർക്കുന്നത് അഭിഷേകത്തിന്റെ ശക്തിയാലാണ്. So we need to receive the anointing before we worship to the Lord. ആരാധനയ്ക്കായി വരുന്നതിന് മുൻപേ ആത്മാവിന്റെ അഭിഷേകത്തോട് വേണം നമ്മൾ പുറപ്പെട്ടു വരുവാൻ. That's why Jesus said that you need to be baptized, be born again by the Spirit, so that you can worship in the Spirit. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ശ്രദ്ധിക്കുക, ആത്മാവിനാൽ നിങ്ങൾ സ്നാനം പ്രാപിച്ചിരിക്കണം. And Christ explained in the Gospels that there will be a time that people will worship the Father in spirit and truth. കർത്താവ് ഇങ്ങനെയാ പറഞ്ഞത്, അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു. So when we worship the Lord with faith, worship the Lord with truth and the Spirit, God will take care of what has to be done. വിശ്വാസത്തോടെ നാം ആരാധിക്കുവാൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വിഷയങ്ങൾ കർത്താവ് തമ്പുരാൻ ഏറ്റെടുക്കുവാൻ ഇടയാകും. And immediately when the things were driven away, അവനെ ആട്ടിക്കളഞ്ഞപ്പോൾ God sent a deep sleep upon Abraham. അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വരുത്തിയതായി നമ്മൾ വായിക്കുന്നു. And when you read the following verses, verse 17 says, and it came to pass when the sun went down, it was dark, and behold, there appeared a smoking oven and a burning torch that passed through those pieces. On the same day, the Lord made a covenant with Abraham, saying all the blessings. തുടർന്നുള്ള വാക്യങ്ങൾ വായിച്ച് 17ാമത്തെ വാക്യങ്ങൾ വരുമ്പോൾ സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവേ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ Kenier, Kenisier, Ketmonier, Hittier, Perisier. Do you want me to continue? All right, thank you. Yeah, these were the blessings that God gave. ഈ അനുഗ്രഹമാണ് ദൈവം അബ്രഹാമിന് നൽകിയത്. You need to understand, once God has made you qualified or equipped you with the anointing of the Holy Spirit, God will come down and sanctify,
cleanse and accept the offerings. ദൈവം നിന്നെ ആരാധനയ്ക്കായി ആത്മാവിന്റെ അഭിഷേകത്തോടെ നിറച്ചു കഴിയുമ്പോൾ, നിന്നെ അതിനായി ദൈവം ആക്കി കഴിയും, തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ, ദൈവം തന്നെ ഇറങ്ങി വന്ന് നിന്റെ ജീവിതത്തിലെ തടസ്സങ്ങളെ നീക്കി നിന്നെ നേരായ പാതയിൽ നടത്തുവാനിടയാകും. Here God accepted the sacrifices that Abraham gave. ഇവിടെ അബ്രഹാം ദൈവത്തിന് അർപ്പിച്ച ആരാധന യാഗത്തെ ദൈവം സ്വീകരിച്ചു. In a similar way, we have to be vigilant so that God will help us to enter His presence with spirit and truth, and He can accept us. It cannot be done by our own, only through the Spirit of God. ആത്മാവിന്റെ ശക്തിയോടെ ബുദ്ധിയുള്ള ആരാധന നാം ദൈവത്തിനായി അർപ്പിക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുവാൻ, നമ്മോട് ഇടപെടുവാനായിട്ട് കഴിയുന്നത്. It is God, Him alone, who can satisfy Him. ദൈവത്തിന് മാത്രമേ നമ്മളെ ശുദ്ധീകരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. We cannot satisfy God. It is God alone who can satisfy Himself. ദൈവത്തിന് മാത്രമേ തന്നിൽ തൃപ്തനാകുവാൻ കഴിയത്തുള്ളൂ. നമുക്ക് ഒരു കാരണവശാലും ദൈവത്തെ തൃപ്തരാക്കുവാൻ You കഴിയില്ല. cannot be righteous by your own works or your own efforts. നമ്മുടെ വാക്കുകളോ പ്രവൃത്തികളോ അധ്വാനവും കൊണ്ട് നമുക്ക് ഒരിക്കലും വിശുദ്ധനാകുവാൻ കഴിയുകയില്ല. It is by the blood of Christ alone you will be made righteous. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മാത്രമേ അവൻ നമുക്ക് നീതീകരണം ലഭിക്കുകയുള്ളൂ. So today we understood how the journey of Abraham started അബ്രഹാമിന്റെ യാത്ര എങ്ങനെയാണ് ആരംഭിച്ചത് എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കി. and how God established the covenant. ആമേൻ. അവൻ അബ്രഹാമുമായുള്ള ഉടമ്പടി എങ്ങനെ ദൈവം സ്ഥാപിച്ചു എന്നത് നമ്മൾ ശ്രദ്ധിച്ചു. When God called him, He did not establish a covenant at that moment. ദൈവം അവനെ വിളിച്ച ഉടനെ അവനുമായി ഉടമ്പടി ഒന്നും ചെയ്തില്ല. God called him. ദൈവം അവനെ വിളിച്ചു. Second, he responded with faith. രണ്ടാമതായി അവൻ വിശ്വാസത്തോടെ പ്രതികരിച്ചു. Third, he was sanctified and set apart for God's purpose. മൂന്നാമതായി ദൈവം അവനെ വിശുദ്ധീകരിച്ചു, അവനെ വേർതിരിച്ചു. And there was a relationship with the high priest. ദൈവവും മഹാപുരോഹിതനുമായി ഒരു ബന്ധം സ്ഥാപിച്ചു. And the high priest blessed him. മഹാപുരോഹിതൻ അവനെ അനുഗ്രഹിച്ചു. He gave the tithes to the high priest. He gave the tithes, the അവൻ offerings to the high priest. അവന്റെ കാഴ്ചവസ്തുക്കളും ദശാംശവും അവൻ മഹാപുരോഹിതന് അർപ്പിച്ചു. And he had a relationship with the Holy Spirit that while he worshipped, he drove away the things that are not belonging to the presence of God. ആത്മശക്തി പ്രാപിച്ച് യാഗപീഠത്തിന്മേൽ ഇറങ്ങി വന്ന റാഞ്ചൽ പക്ഷിയെ അവൻ ശക്തിയോടെ വിരട്ടി ഓടിച്ചു. And then God accepted him and established the covenant. പിന്നീട് ദൈവം അവന്റെ യാഗത്തെ സ്വീകരിച്ച് അവനുമായി ഒരു ഉടമ്പടി ചെയ്തു. Today we need to realize that it is not just the word that can make us perfect, but it is a process along with God, walking with God, experiencing Him day to day life, so that He will fulfill and establish us for the eternal covenant. ഇന്ന് പകൽക്കാലം വചനം കേട്ടതുകൊണ്ട് മാത്രം നാം ശുദ്ധരായി തീരുന്നില്ല. ദൈവവുമായി തുടർമാനമായുള്ള യാത്ര, ദൈവവുമായുള്ള ബന്ധം, അടുപ്പമാണ് നമ്മെ വിശുദ്ധീകരണത്തിലേക്ക്, നീതീകരണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. Once we receive the call, we have to obey with faith and respond to it. ദൈവത്തിന്റെ വിളി നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ നാം അനുസരണത്തോടെ, വിശ്വാസത്തോടെ പ്രതികരിക്കേണ്ടിയിരിക്കുകയാണ്. We need to allow the Holy Spirit to sanctify us, cleanse us. നിന്നെ ശുദ്ധീകരിപ്പാൻ, നിന്നെ നീതീകരിപ്പാൻ പരിശുദ്ധാത്മാവിനെ നീ അനുവദിക്കുക. 1 Peter 2:9 explains. 1 Peter 2:9 explains. 1 പത്രോസ് 2:9 ഇങ്ങനെ പറയുന്നു. God has chosen us to be royal priesthoods. അവൻ നമ്മെ തിരഞ്ഞെടുത്തത് രാജകീയ പുരോഹിത വർഗ്ഗമായിരിക്കുവാൻ വേണ്ടിയാണ്. We are a chosen generation. നാം വിളിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. But we need the anointing to fulfill what He has called us for. ദൈവം നമ്മെ വിളിച്ചതിന്റെ ഉദ്ദേശം നിവൃത്തിയാകുവാൻ നമ്മുടെ മേൽ ആത്മാവിന്റെ അഭിഷേകം പകരേണ്ടത് ആവശ്യമാണ്. Unless we abide in Him, He cannot abide in us. നാം അവനിൽ വസിക്കാതെ അവൻ നമ്മിൽ വസിക്കുകയില്ല. We have to have relationship with the Father, the Son, and the Holy Spirit. നമുക്ക് പിതാവായ ദൈവവുമായി, പുത്രനായ ക്രിസ്തുവുമായി, പരിശുദ്ധാത്മാവായ ദൈവവുമായുള്ള ഒരു അഭേദ്യമായ ബന്ധം ആവശ്യമാണ്. So that we may have relationship and have the covenant established in us, with our families, with our children, and it will be a lasting covenant that can be made. എന്നാൽ ദൈവമായ പിതാവ് നാമുമായി, നമ്മുടെ കുടുംബവുമായി ഒരു ഉടമ്പടി ചെയ്യുവാനിടയാകും. നാം ആ ഉടമ്പടിയിൽ നിലനിൽക്കുകയും വേണം. And that's what God says in Judges chapter 2 verse 1. I will never break my covenant. അതാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ ദൈവം ഇങ്ങനെ പറയുന്നു, ഞാൻ എന്റെ ഉടമ്പടി ഒരിക്കലും മാറ്റുകയില്ല. He never breaks it. അവൻ ഒരിക്കലും ഉടമ്പടി മാറ്റത്തില്ല. It is we who should be careful to protect the covenant with the power of the Holy Spirit. നാം ഓരോരുത്തരുമാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയോടെ ആ ഉടമ്പടി നിലനിൽക്കുവാൻ, ഉടമ്പടിയിൽ നിൽക്കുവാൻ പ്രേരിതമാകേണ്ടത്, പ്രയത്നിക്കേണ്ടത്. May God bless us through the scripture verses and the meditation which He has helped us to meditate. ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് തന്ന വചനങ്ങളാൽ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. Praise be to God. ദൈവത്തിന് മഹത്വം. Amen. Amen.